Good morning, all. Good morning, Miss. Good morning, Miss. Okay, നമ്മള് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ ഒക്കെ കഴിഞ്ഞു, എക്സാം ഒക്കെ കഴിഞ്ഞു, ദെൻ പുതിയ മൊഡ്യൂൾസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. സോ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? എല്ലാവരും നന്നായിട്ടൊക്കെ അറ്റൻഡ് ചെയ്തില്ല എക്സാം? ഓക്കെ, നമുക്ക് എക്സാമിന്റെ ആ ഒരു മോഡൊക്കെ മനസ്സിലായി അല്ലെ? അപ്പൊ അതനുസരിച്ചുകൊണ്ട് നെക്സ്റ്റ് അടുത്ത മൊഡ്യൂൾസ് ഒക്കെ പഠിക്കാം കേട്ടോ. അപ്പോ നമ്മൾ നടക്കുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാപ്റ്ററിന്റെ പേര് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് അല്ലെ? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ടേം ഇല്ലേ? കേട്ടിട്ടുണ്ടോ? ട്രാൻസ്ഫർ ഹോസ്പിറ്റലിനുള്ളിൽ ട്രാൻസ്ഫർ ആണ് കേട്ടോ. നമ്മൾ പലതരത്തിലും ട്രാൻസ്ഫർ എന്ന് കേട്ടിട്ടുണ്ട്. എന്താ ട്രാൻസ്ഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? ഇപ്പൊ നമ്മൾ ജോലിയിലാണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടി എന്നൊക്കെ പറയും അല്ലെ? എന്താണ് ട്രാൻസ്ഫർ എന്ന് ഉദ്ദേശിക്കുന്നത്? ട്രാൻസ്ഫറിന് എന്താ പ്രോപ്പർ മലയാളത്തിൽ നമ്മൾ എന്താ വിളിക്കുക? ട്രാൻസ്ഫർ, കൈമാറ്റം അല്ലെ? ഇപ്പൊ നമ്മള് ജോലിയിലൊക്കെ ആണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടി എന്ന് പറയും അല്ലെ? ഇപ്പൊ ജോലിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫർ കിട്ടി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം കിട്ടുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മള് ഹോസ്പിറ്റലിന്റെ ഉള്ളില പേഷ്യൻസിന്റെ ട്രാൻസ്ഫറെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോ ഈ പേഷ്യൻസിന്റെ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം ഉദ്ദേശിക്കുന്നത്? പേഷ്യൻസ്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് അല്ലെ? അതായത് പേഷ്യന്റിനെ നമ്മൾ ഒരിടത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൈമാറ്റം ചെയ്യുന്നു, അല്ലെങ്കിൽ മാറ്റം ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണോ? ആണോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുക? ബെറ്റർ ട്രീറ്റ്മെന്റ്. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ റെസ്പോൺസ് ചെയ്യാട്ടോ, കമന്റ് ചെയ്യണേ. എന്തൊക്കെയാണ് നമ്മള് സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, ദെൻ പിന്നെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ? ഫെസിലിറ്റികൾ, കൂടുതൽ സൗകര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ? അപ്പോ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് പേഷ്യൻസിന് എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ, കൂടുതൽ ട്രീറ്റ്മെന്റ് കിട്ടും, നല്ലൊരു ട്രീറ്റ്മെന്റ്, ചിലപ്പോൾ ലൈഫ് തന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അല്ലെ? ഇപ്പൊ ചില ഹോസ്പിറ്റലുകളിൽ അതിനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സുകളോ ഒന്നും ഉണ്ടാവില്ല. സോ നമ്മൾ അങ്ങനെ എവിടെയാണോ ഉള്ളത്, സീരിയസ് കേസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഒരു സർജറി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തൊരു ഹോസ്പിറ്റലാകാം അല്ലെ? സോ നമ്മൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഡെവലപ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ഒന്ന് വായിക്കാം. നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ വരുന്നത്. നോക്കാം. Transfer of patient. Introduction. The intra and inter-hospital patient transfer is an important aspect of patient care, which is often handled to enhance existing management of patient. Intra and inter-hospital patient transfer. രണ്ട് ടൈപ്പ് ട്രാൻസ്ഫറുകളാണ്, ഇൻട്ര ആൻഡ് ഇന്റർ. എന്താ ഇൻട്ര ആൻഡ് ഇന്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് വൺ നമുക്ക് പറയാം, ഇന്റർ പറയാം അല്ലെ? ഇന്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീനിങ്? ഇന്റർ മീനിങ് എന്താണ്? ഇന്റർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഉള്ളിൽ തന്നെ ആണോ? വിത്തിൻ ദ ഹോസ്പിറ്റൽ അല്ലെ? അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ, പുറത്തേക്ക് പോകുന്നില്ല. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു പേഷ്യന്റിന് എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് വന്നു, ദെൻ ആള് നമ്മൾ വാർഡിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അഡ്മിറ്റ് ചെയ്തു ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആക്കുണ്ടായി അല്ലെ? ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ ആളെ വാർഡിൽ നിന്ന് നമ്മൾ ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോ വാർഡ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആ പേഷ്യന്റിനെ എന്ത് ചെയ്തു? ICU എന്നൊരു മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണ്, വേറെ ഹോസ്പിറ്റലിന് പുറത്തേക്കില്ല, ഉള്ളിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, വാർഡിൽ നിന്നും ഇപ്പൊ ICUയിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർ ഹോസ്പിറ്റൽ പേഷ്യന്റ് ട്രാൻസ്ഫർ. ഓക്കെ, ഇന്റർ ക്ലിയർ ആണോ? ഇന്റർ അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഹോസ്പിറ്റലിന് പുറത്തേക്ക് പോകുന്നില്ല, ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും
മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇന്റർ ട്രാൻസ്ഫർ. ഓക്കെ, ദെൻ ഇൻട്രാ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കോമൺ സെൻസ് വെച്ച് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഇന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആണ്. അപ്പോ ഇൻട്രാ എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രാ ഔട്ട്സൈഡ് ആണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ആക്സിഡന്റ് കേസോ അങ്ങനെ എന്തെങ്കിലും കേസസുകൾ വന്നു, പെട്ടെന്ന് തന്നെ ആൾക്ക് മേജർ സർജറി ചെയ്യണം. പക്ഷെ ഈ സർജറി ചെയ്യേണ്ട പ്രോസസ്സോ അല്ലെങ്കിൽ സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസുകളും ചിലപ്പോൾ ചെറിയൊരു ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് പേഷ്യന്റിനെ, അല്ലെ? അപ്പോ കുറച്ചും കൂടി മൾട്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റികളുള്ള ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യന്റിനെ അപ്പോൾ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലെ? അപ്പോ പുറത്തേക്കാണ്, ഔട്ടർ ആണ്, വേറൊരു ഹോസ്പിറ്റലാണ്. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇന്റർ ആൻഡ് ഇൻട്രാ. ഓക്കെ, മാറിപ്പോകരുത് കേട്ടോ. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം, മറ്റേത് ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടും കൂടി പഠിച്ച് മീൻസ് കൺഫ്യൂഷൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇന്റർ മീൻസ് ഉള്ളിൽ. സോ ഉള്ളിലുള്ളത് ഒരു ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെയുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, ഔട്ട്സൈഡ്, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നോക്കാം, പിന്നെ വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ പേഷ്യന്റ് ട്രാൻസ്ഫർ ഇസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. രോഗി പരിചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ട്രാൻസ്ഫറുകള്. ഇൻട്രാ ട്രാൻസ്ഫറും ഇൻട്രാ ട്രാൻസ്ഫറും ഇന്റർ ട്രാൻസ്ഫറും. ഓക്കെ, then which often handle to enhance the existing management of the patient. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് പേഷ്യൻസിന്റെ എക്സിസ്റ്റിംഗ് മാനേജ്മെന്റ്. എന്ത് എക്സിസ്റ്റിംഗ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് രോഗിയുടെ എക്സിസ്റ്റിംഗ് നിലവിലുള്ള മാനേജ്മെന്റ് മീൻസ് ആ രോഗത്തിൻ്റെതായിട്ടുള്ള അവരുടെ ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളും നിലവിലുള്ളതിനേക്കാളും കൂടുതൽ എക്സിസ്റ്റഡ് അല്ലെ, നിലവിലുള്ളതിനേക്കാളും എൻഹാൻസ് ചെയ്യുന്നു, കുറച്ചും കൂടി എന്താണ് വർദ്ധിപ്പിക്കുന്നു. അതായത് നല്ലൊരു ട്രീറ്റ്മെന്റ് ഒക്കെ പേഷ്യന്റിന് ലഭിക്കുന്നു. നിലവിലുള്ള ആ ഒരു സിറ്റുവേഷൻ, ആ കണ്ടീഷനേക്കാളും കുറച്ചും കൂടി പേഷ്യന്റിനെ ബെറ്റർ ആക്കുന്നു, അല്ലെ? ഇപ്പൊ വാർഡിൽ വെച്ച് ആ പേഷ്യന്റിന് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ശ്വാസം ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു, അല്ലെങ്കിൽ ശ്വാസതടസ്സം വന്നു, ദെൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മള് പേഷ്യന്റിനെ ഐസിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, അല്ലെ? ഷിഫ്റ്റ് ചെയ്തു, ഓക്സിജനും മറ്റൊക്കെ കൊടുത്തപ്പോ ആള് എക്സിസ്റ്റിംഗ് കണ്ടീഷനിൽ നിന്നും കുറച്ചും കൂടി ബെറ്റർ ആയി മാറുകയാണ്, അല്ലെ? അതുപോലെ തന്നെ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നല്ലൊരു ഫെസിലിറ്റികളും ട്രീറ്റ്മെന്റും കൊടുത്തപ്പോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്നും കുറച്ചും കൂടി മെച്ചപ്പെടുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ട്രാൻസ്ഫർ അപ്പോ മെയിൻ ആസ്പെക്ട് ആണ്. രോഗി പരിചരണത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇൻട്രാ ആൻഡ് ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നോക്കാം, ഇറ്റ് മേ ഇൻവോൾവ് ക്യാരിയിങ് എ പേഷ്യന്റ് within the same facility for any diagnostic procedure or shift to another facility with more developed care. നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇന്ററും ഇൻട്രയാണ് പറയുന്നത്. It may involve carrying patient within the same facility, അല്ലെ? Within the same facility, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ for any diagnostic procedure. അപ്പൊ within the facility വരുന്നതാണ് ഇന്റർ എന്ന് പറയുന്നതും. Then shift to another facility with more developed care. മറ്റൊരു ഫെസിലിറ്റിയിലോട്ട്, അതായത് മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കെയറിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇൻട്രാ ട്രാൻസ്ഫർ. ഓക്കെ, then the main aim in all such shifting is to maintain the continuity of medical care. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, നിങ്ങൾ വായിക്കുമ്പോൾ അതോടൊപ്പം അണ്ടർലൈൻ ചെയ്ത് പോകുക. The main aim in all such shifting is to maintain the continuity of medical care. ഇങ്ങനെയുള്ള നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയും അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലുകളിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ലക്ഷ്യം, അല്ലെ? ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ കെയർ രോഗി അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണം കണ്ടിന്യൂറ്റി കിട്ടാനാണ്, അതിന്റെ തുടർച്ചയ്ക്കാണ്. ചികിത്സ തുടർന്നുകൊണ്ടിരിക്കണം, അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. സോ അതാണ് ഒരു ട്രാൻസ്ഫറിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്, കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, നിങ്ങള് ലൈൻ വായിക്കുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് പോകുക. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ എല്ലാവരും? ദെൻ ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. As the transfer of sick patient may produce various physiological changes which may negatively affect the prognosis of the patient. അല്ലെ? പ്രോഗ്നോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോഗ്നോസിസ്
പ്രോഗ്നോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? ഡയഗ്നോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഡയഗ്നോസിസ് കേട്ടിട്ടില്ല? രോഗനിർണയം അല്ലെ? നമ്മൾ ടെസ്റ്റുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ രോഗം നിർണയിക്കുന്നത്. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്നത്. രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ പ്രവചിക്കില്ലേ? അതെ. അപ്പൊ ഇവിടെ പറയുന്നത് നോക്കാം. പ്രവചനം. As a transfer of sick patient may produce various physiological changes which may negatively affect the prognosis of patient. അല്ലെ? അതായത് നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമില് ചിലപ്പോൾ പേഷ്യന്റിന് ഭയങ്കര കൂടുതലൊക്കെ ആയിട്ട് സീരിയസ് കേസ് ഒക്കെ വരുമ്പോൾ നമ്മൾ മറ്റു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ? സോ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ടൈമില് പേഷ്യന്റിന് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചസുകൾ വന്നേക്കാമെന്ന്. ചിലപ്പോ അൺകോൺഷ്യസ് ഒക്കെ ആയി പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം അല്ലെ? ചിലപ്പോ ബോധാവസ്ഥയിലോട്ടായി പോകുന്നൊരവസ്ഥ വരാം. മേ ബി എന്താ പറയാ, ഓക്സിജൻ മാസ്കോട് കൂടിയൊക്കെ ആയിരിക്കും പോകുന്നത് എങ്കിലും ശാരീരികമായിട്ടുള്ള പല അസ്വസ്ഥതകളും പേഷ്യന്റിന് വന്നേക്കാം. സോ നെഗറ്റീവ്ലി അഫക്ട് ദ പ്രോഗ്നോസിസ് ഓഫ് ദ പേഷ്യന്റ്. അത് ആ പേഷ്യൻസിന് ചികിത്സിക്കാനും അല്ലെങ്കിൽ ആ രോഗം നിർണ്ണയിക്കാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഇറ്റ് ഷുഡ് ബി ഇനിഷ്യേറ്റ് സേഫ് ട്രാൻസ്ഫർ കൺസിസ്റ്റ് ഓഫ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ? സോ അതിനാൽ നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആയിരിക്കണം പേഷ്യന്റിന് ഉപയോഗിക്കുവാൻ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് ഒക്കെ ഉപയോഗിക്കും ഇല്ലേ? ആണോ? ആംബുലൻസിലെ പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. സേഫ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആംബുലൻസ് ഉപയോഗിക്കുന്നത് അല്ലെ? ഇപ്പൊ ഈ ആംബുലൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റെന്താണോ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ആംബുലൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പിലുള്ള ആംബുലൻസുകളുണ്ട്. അറിയാമോ? നമ്മൾ ആംബുലൻസ് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ഡി ലെവൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഡി ലെവൽ അല്ലെങ്കിൽ MICU അല്ലെ? അല്ലെങ്കിൽ അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആംബുലൻസ് ഉണ്ട്, അല്ലെങ്കിൽ വെന്റിലേറ്റർ ആംബുലൻസ്, ICU ആംബുലൻസ് അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള ആംബുലൻസുകളിൽ അതിനുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകളുണ്ട്, സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. സോ പേഷ്യന്റിനെ സേഫ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഈ ആംബുലൻസുകൾ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഇനിഷ്യേറ്റ് സേഫ് ട്രാൻസ്ഫർ കൺസിസ്റ്റ് ഓഫ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ അല്ലെ? അതുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ, ഒരു സ്ഥിരത വേണമെന്ന്, പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഏത് രീതിയിലാണ് പേഷ്യന്റിനെ ഏത് ടൈപ്പ് ആംബുലൻസിൽ കൊണ്ടുപോകണം അല്ലെ? പേഷ്യന്റിന്റെ അവസ്ഥ നോക്കിക്കൊണ്ടാണ് പേഷ്യന്റിനെ സുരക്ഷിതമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് എത്തിക്കാനായിട്ട് എന്ത് ചെയ്യണം? തീരുമാനങ്ങൾ ഓൾറെഡി നമ്മൾ പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ചെയ്യണം. അതായത് ചൂസിങ് അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. പലതരത്തിൽ നമുക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഏതൊക്കെ തരത്തിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം? ഏതൊക്കെ തരത്തിലാണ്? ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യാം, അതായത് നമ്മൾ ഈ ആംബുലൻസിലും മറ്റുമൊക്കെ കൊണ്ടുപോകാം. അതുപോലെ തന്നെ എന്താണ്? പേഴ്സണൽ ഗോയിങ് അലോൺ, സ്വന്തം വാഹനത്തിൽ തന്നെ കൊണ്ടുപോകുന്നവരുണ്ട്. അതുപോലെ തന്നെ എയർ അല്ലെ? എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം അല്ലെ? എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് അത്രയ്ക്കും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ കേസുകൾക്കായിരിക്കാം എയർ ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കുന്നത്. സോ ഏത് ടൈപ്പ് മോഡ് ഓഫ് ട്രാൻസ്ഫർ വേണമെന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിക്കണം. കാരണം ഓരോ പേഷ്യന്റിന്റെയും അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണെന്ന് സെലക്ട് ചെയ്ത് അത് ഓൾറെഡി തീരുമാനിച്ചിട്ട് വേണം പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുവാൻ. അപ്പോ മോഡ് ഓഫ് ട്രാൻസ്ഫർ ലാൻഡ് ട്രാൻസ്ഫർ ഉണ്ട്, ഓർ എയർ ട്രാൻസ്പോർട്ട്, പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യന്റ്. അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ചിലപ്പോൾ അവരെ സ്വന്തം വാഹനത്തിൽ തന്നെ പേഷ്യൻസിനെ കൊണ്ടുപോകും. Then equipment and monitoring needed in the course of transfer, and finally the documentation and handover of the patient at the receiving facility. അതുപോലെ തന്നെ പേഷ്യന്റിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എക്യുപ്മെന്റ്സും മോണിറ്ററിംഗ് ഒക്കെ ഉള്ള അത് ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള ആംബുലൻസുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ ഡോക്യുമെന്റേഷൻസ്, അതായത് ഇപ്പൊ ഏത് ഹോസ്പിറ്റലിലാണോ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതുവരെ അവിടെ ആ പേഷ്യന്റിന് നൽകിയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളുടെയൊക്കെ ഡോക്യുമെന്റേഷൻ കൊണ്ടുപോകണം. നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ അതുവരെ ആ പേഷ്യന്റിന് എന്തെല്ലാമാണ് മെഡിസിൻസ് കൊടുത്തത്, അല്ലെങ്കിൽ എന്തെല്ലാം ട്രീറ്റ്മെന്റ്സ് ആണ് അവിടെ ചെയ്യുന്നത്, അതിന്റെ ഡോക്യുമെന്റേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഏത് ഹോസ്പിറ്റലിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടെ ഹാൻഡ് ഓവർ ചെയ്യണം. അവിടെ റിസീവിംഗ് സ്വീകരിക്കുന്ന നഴ്സസ് ഉണ്ടാവുമല്ലോ, സോ അവർക്ക് ഇവിടെ ഓൾറെഡി ചെയ്ത ട്രീറ്റ്മെന്റ്സിന്റെ ഡോക്യുമെന്റ്സ് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഏകദേശം ഒരു ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറയാം. ട്രാൻസ്ഫർ എന്ന് പറയുന്നത്
ഒരു രോഗി പരിചരണത്തിന്റെ അല്ലെ ഒരു പേഷ്യന്റ് കെയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ 2 ടൈപ്പ് ട്രാൻസ്ഫറുകളാണ് പറയുന്നത്. ഇന്റർ ട്രാൻസ്ഫറും ഇൻട്രാ ട്രാൻസ്ഫറും. ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർ മീൻസ് ഉള്ളിൽ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഒരു വാർഡിൽ നിന്നും ചിലപ്പോൾ ICUലേക്കോ അല്ലെങ്കിൽ വെന്റിലേറ്ററിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്ന പേഷ്യൻസ് ആണ് ഇന്റർ ട്രാൻസ്ഫർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഹോസ്പിറ്റലിന് പുറത്തേക്ക് അവർ പോകുന്നില്ല, ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇൻട്രാ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, ഒരു ഹോസ്പിറ്റലില് അടിസ്ഥാന സൗകര്യങ്ങളില്ല അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ സേവനം ലഭ്യമല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കുറച്ചും കൂടി നല്ലൊരു ഫെസിലിറ്റി ലഭിക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇൻട്രാ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമില് പേഷ്യൻസ് ചിലപ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചേക്കും. സോ അത് ട്രീറ്റ്മെന്റ്സിനെ ബാധിക്കുന്നു. അതിനാൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ചെയ്തിരിക്കണം. പേഷ്യന്റിനെ സേഫ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നൊരു രീതി കൃത്യമായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കണം. ലാൻഡ് ട്രാൻസ്ഫർ, എയർ ട്രാൻസ്ഫർ, അതുപോലെ പേഴ്സണൽ ഗോയിങ് അലോങ് അല്ലെ. അല്ലെങ്കിൽ ഏറ്റവും ലാൻഡ് ട്രാൻസ്ഫർ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് ആംബുലൻസിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ലെ. ഇനി അത്രയും സീരിയസ് ആയിട്ടുള്ള ട്രാൻസ്ഫർ കേസുകളാണെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം. ദെൻ പേഴ്സണൽ ഗോയിങ്, സ്വന്തം വാഹനത്തിൽ തന്നെ പേഷ്യൻസിനെ കൊണ്ടുപോകാം. ദെൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ പേഷ്യൻസിന് ആ ഹോസ്പിറ്റലിൽ അതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കണം. ഈ ഡോക്യുമെന്റ്സ് നമ്മൾ ഏത് ഹോസ്പിറ്റലിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടെ സ്വീകരിക്കുന്നത്, നമ്മൾ റിസീവ് ചെയ്യുന്ന നേഴ്സിന് ഈ ഡോക്യുമെന്റ്സ് കൊടുക്കണം, ഹാൻഡ് ഓവർ ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് ഒരു ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസ്ഫറിന്റെ ഓരോ ഭാഗങ്ങൾ പഠിക്കാൻ പോവുകയാണ്. ഇൻട്രൊഡക്ഷൻ പാർട്ട് ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടിയോ ട്രാൻസ്ഫറിനെ കുറിച്ച്? ഏറ്റവും മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ചുരുക്കി പറഞ്ഞാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്യാവശ്യം എന്താണോ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റുമല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാം, എല്ലാവരും വായിക്കാം. ഇൻട്രൊഡക്ഷൻ വായിച്ച് മനസ്സിലാക്കാം കേട്ടോ, നമ്മളുടേതായ രീതിയിൽ മനസ്സിലാക്കി വായിക്കാം. കംപ്ലീറ്റ് ചെയ്തോ ഇൻട്രൊഡക്ഷൻ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. എന്താണ് ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനുള്ളിൽ ട്രാൻസ്ഫർ എന്താണെന്നാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഡെഫിനേഷൻ നോക്കാം അല്ലെ. നമ്മൾ ട്രാൻസ്ഫർ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഇനി അതിന്റെ ഒരു ഡെഫിനേഷൻ ആണ്, ശ്രദ്ധിക്കാം. ട്രാൻസ്ഫർ ഈസ് ഡിഫൈൻഡ് ആസ് പ്രിപ്പയറിംഗ് പേഷ്യൻസ്, completing requisite records and shifting patient to another department within the hospital or to another hospital or home. അല്ലെ, അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ
പ്രിപ്പയറിംഗ് പേഷ്യൻസിനെ നമ്മൾ പ്രിപ്പയർ ആക്കുന്നതാണ് അല്ലെ. അതായത് നല്ലൊരു മോർ ഡെവലപ്ഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി പ്രിപ്പയർ ആക്കുന്നു. കംപ്ലീറ്റിംഗ് റിക്വസൈറ്റ് റെക്കോർഡ്സ് അല്ലെ, രോഗിയുടെ കംപ്ലീറ്റിംഗ് റിക്വസൈറ്റ് റെക്കോർഡ്സ് മീൻസ് അഭ്യർത്ഥന രേഖകൾ തയ്യാറാക്കുന്നു. രേഖകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ അവിടെ തുടർന്ന് ട്രീറ്റ്മെന്റ് നമ്മൾ പറഞ്ഞില്ലേ, ഡോക്യുമെന്റേഷൻ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യുന്ന അവിടെ ഹാൻഡ് ഓവർ ചെയ്യണം. സോ അതുവരെ പേഷ്യൻസിന് കൊടുത്തിട്ടുള്ള റിക്വസ്റ്റ് റെക്കോർഡ്സുകളൊക്കെ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. Then shifting patient to another department within the hospital. ഒന്നില്ലെങ്കിൽ പേഷ്യന്റിനെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. or another hospital or home അല്ലെ, ഒന്നില്ലെങ്കിൽ ഉള്ളിൽ തന്നെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ ഷിഫ്റ്റ് ചെയ്യുന്നു, ദെൻ മറ്റു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചുവിടുന്നു. മീൻസ് ഒട്ടും തീരെ മാക്സിമം നോക്കിയിട്ട് പറ്റാണ്ടാവുന്നുള്ള ഡോക്ടേഴ്സ് പറയും അല്ലെ. ഇനിയിപ്പോ ട്രീറ്റ്മെന്റിന് ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, വീട്ടിലേക്ക് തന്നെ തിരിച്ചുവിടും അല്ലെ. സോ ഇതാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. അതായത് പേഷ്യൻസിനെ പ്രിപ്പയർ ആക്കുന്നു, ദെൻ പേഷ്യൻസിന്റെ അതുവരെയുള്ള ട്രീറ്റ്മെന്റ്സിന്റെയും മറ്റും ഡീറ്റെയിൽസ് റെക്കോർഡ്സുകൾ എഴുതുന്നു. ദെൻ പേഷ്യന്റിനെ ഹോസ്പിറ്റലിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഓർ അനദർ ഹോസ്പിറ്റൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക, ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. ഡെഫിനിഷൻ എക്സാമിന് ചോദിക്കാം. അപ്പൊ ഡെഫിനിഷൻ പഠിക്കാം, സിമ്പിൾ ആണ്, വായിച്ചാല് മനസ്സിലാകുന്ന ഒന്നാണ് അല്ലെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പർപ്പസ്. എന്താ ഉദ്ദേശം? നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഞാൻ നിങ്ങളോട് ചോദിച്ചു അല്ലെ, നമ്മള് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്? മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട്? എന്താണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം? നമുക്ക് വെൽ ഡെവലപ്ഡ് കെയർ അല്ലെ, കണ്ടിന്യൂറ്റി ഓഫ് കെയർ അല്ലെങ്കിൽ മോർ കെയർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഉദ്ദേശങ്ങളാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ട്രാൻസ്ഫറിന്റെ പർപ്പസ് പോയിന്റ് ആണ് ബെറ്റർ ട്രീറ്റ്മെന്റ്. ഓക്കെ, പർപ്പസ് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ അല്ലെ. ടു ഗെറ്റ് നെസസറി ആവശ്യമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് അല്ലെ, രോഗനിർണയങ്ങളും അതുപോലെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പൊ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ട്രീറ്റ്മെന്റ്സ് ചെയ്യാനോ ടെസ്റ്റുകളൊന്നും അവിടെ ഉണ്ടാവില്ല. സോ അങ്ങനെ നമുക്ക് പേഷ്യൻസിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ശരിയായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും മറ്റും പേഷ്യന്റിന് ചെയ്ത് പേഷ്യന്റിന് ബെറ്റർ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. ഫസ്റ്റ് പോയിന്റ്, നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ. ഇപ്പൊ സർജറി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി മൾട്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് സർജറി പ്രൊസീജിയർ ഒക്കെ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് വൺ, ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ അല്ലെ, നല്ലൊരു ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കുവാനും അതുപോലെ തന്നെ നല്ല നഴ്സിംഗ് കെയർ ലഭിക്കുവാനും. മൂന്നാമത്തെ പോയിന്റ്, ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ അല്ലെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കെയർ ലഭിക്കാൻ. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ചില ഹോസ്പിറ്റലുകളൊക്കെ സ്പെഷ്യലൈസ് അധികം ഉണ്ടാവില്ല. ഇപ്പൊ ന്യൂറോളജി അല്ലെങ്കിൽ എന്താണ് അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഗ്യാസ്ട്രോളജി അങ്ങനെ വിഭാഗങ്ങൾ ഉണ്ടാകും അല്ലെ. അപ്പോ എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ സെപ്പറേറ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടാവണമെന്നില്ല. സോ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. നാലാമത്തെ പോയിന്റ്, ടു പ്ലേസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസസ് അല്ലെ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, അതായത് പേഷ്യൻസിന് ഏറ്റവും മോസ്റ്റ് സ്യൂട്ടബിൾ അല്ലെ, അനുയോജ്യമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുവാനും അല്ലെ, സേവനങ്ങളും ഉപയോഗവും, യൂട്ടിലൈസേഷൻ മീൻസ് ഉപയോഗം, ട്രീറ്റ്മെന്റുകളും മറ്റ് സേവനങ്ങളും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ലാസ്റ്റ് വൺ, to match severity of nursing care based on patients' levels of needs and problems അല്ലെ, രോഗികളുടെ ആവശ്യങ്ങളും അവരുടെ നീഡ്സ്, പേഷ്യൻസിന്റെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും അവരുടെ ഒരു നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നഴ്സിംഗ് കെയർ. അതായത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നഴ്സിംഗ് കെയർ ഒക്കെ ലഭിക്കാൻ പേഷ്യൻസിന് അവരുടെ ആവശ്യങ്ങൾക്കും പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള നല്ലൊരു നഴ്സിംഗ് കെയർ ലഭിക്കുവാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ,
ഇത്രയുമാണ് പർപ്പസ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പർപ്പസിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി വായിക്കുക, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പോയിന്റ്സ് ആണ്, ആ പോയിന്റുകൾ നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ആ പോയിന്റ് മാത്രം മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ, പർപ്പസ് എന്ന് പറയുന്നത് to get necessary diagnostic test and procedure, to provide treatment and nursing care, to provide specialized care, to place the most suitable utilization of available personnel and services, to match severity of nursing care based on patient's level of needs and problems. Okay, വായിച്ചു നോക്കുക കേട്ടോ. ഡെഫിനേഷൻ വായിക്കാം, പർപ്പസ് വായിച്ചു നോക്കാം. ഡെഫിനേഷൻ വായിക്കുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു പോകുക. ഓക്കെ, പർപ്പസും പോയിന്റുകളാണ്, അതിന്റെ ഒരുപാട് ഡീറ്റെയിൽ ഒന്നും ഇല്ല പഠിക്കാൻ, ആ പോയിന്റ് മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ ഡെഫിനേഷൻ ആൻഡ് പർപ്പസ്? ഓക്കെ, then next one, types of transfer of patient. നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇൻട്രാ ആൻഡ് ഇന്റർ ട്രാൻസ്ഫർ. നോക്കാം, ഇന്റേണൽ ട്രാൻസ്ഫർ ആൻഡ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. മറ്റു പേരിൽ അറിയപ്പെടുന്നതാണ് കേട്ടോ. നമ്മൾ പഠിച്ചില്ലേ, ഇന്ററും ഇൻട്രായും, അത് തന്നെയാണ് ഇന്റേണൽ ട്രാൻസ്ഫർ ഓർ ഇന്റർ ട്രാൻസ്ഫർ നമ്മൾ പഠിച്ചത്. എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ഓർ ഇൻട്രാ ട്രാൻസ്ഫർ. ഓക്കെ, മാർക്ക് പോകരുത് കേട്ടോ. വേണമെങ്കിൽ സൈഡിൽ ഒന്ന് എഴുതിയിട്ടോളൂ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒന്ന് എഴുതിയിടാം. ഇന്റേണൽ ട്രാൻസ്ഫറിന്റെ അവിടെ ബ്രാക്കറ്റില്ല, ഇന്റർ എഴുതാം. ഓക്കെ, ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കൺഫ്യൂഷൻ ആകണ്ട, അതുകൊണ്ടാണ്. ഇന്റേണൽ ട്രാൻസ്ഫറിന്റെ അവിടെ ഇന്റർ എഴുതാം, എക്സ്റ്റേണൽ ട്രാൻസ്ഫറിന്റെ അവിടെ ഇൻട്രാ എഴുതാം. പറഞ്ഞത് ക്ലിയർ ആണോ? കുഴപ്പമില്ല, ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആവശ്യമുണ്ടെങ്കിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ ഇന്റേണൽ ട്രാൻസ്ഫർ ഓർ ഇന്റർ ട്രാൻസ്ഫർ, to transfer the patients in a unit that provide special care or care suited in his requirements. Example, general ward to ICU. എക്സാമ്പിൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറയാം. അപ്പോ ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പേഷ്യൻസിനെ, അല്ലെ, പേഷ്യൻസിന്റെ യൂണിറ്റ് ദാറ്റ് പ്രൊവൈഡ് സ്പെഷ്യൽ കെയർ, അല്ലെ, അതായത് നമ്മള് ഒരു പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആ പേഷ്യന്റിനെ നമ്മള് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ, അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നതിനെയാണ് ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം, ഫ്രം ജനറൽ വാർഡ് ടു ICU. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ഒരു വാർഡിലുള്ള പേഷ്യന്റിനെ ICUയിലോട്ട് മാറ്റുന്നു, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക?
ഇന്റേണൽ ട്രാൻസ്ഫർ. ഓക്കെ, നിങ്ങൾ എക്സാമ്പിൾ വെച്ച് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പം പഠിക്കാൻ പറ്റും. അപ്പോ ഇനി എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ക്വസ്റ്റ്യൻ വല്ല ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യന്റെ ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും. ഫ്രം ജനറൽ വാർഡ് ടു ICU. ഫ്രം ജനറൽ വാർഡ് ടു ICU എന്ന് പറയും. ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ. ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ അല്ലെ? ഏതാണ് ആൻസർ? ഇന്റേണൽ ട്രാൻസ്ഫർ ഓർ ഇന്റർ ട്രാൻസ്ഫർ അല്ലെ? അപ്പൊ എക്സാമ്പിള് പ്രധാനമായിട്ടും പഠിച്ചു വെക്കാം. ഓക്കെ, മറ്റു നമുക്കറിയാലോ, ഇന്റേണൽ എന്ന് പറഞ്ഞാൽ അകത്തുള്ളത് വേറെ പുറത്തേക്ക് പോകുന്നില്ല. ഹോസ്പിറ്റലിനുള്ളിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് പേഷ്യൻസിനെ ചേഞ്ച് ചെയ്യുന്നതാണ് എന്ത്? ഇന്റേണൽ ട്രാൻസ്ഫർ. എക്സാമ്പിൾ ആണ് ജനറൽ വാർഡ് ടു ICU. സോ എക്സാമ്പിള് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, ഇനി എക്സ്റ്റേണൽ ട്രാൻസ്ഫർ നോക്കാം. To transfer the patient from one hospital to another hospital for the purpose of special care. സ്പെഷ്യൽ കെയറിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ. എക്സാമ്പിൾ നോക്കാം. ഫ്രം ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ഓർ ക്യാൻസർ സെന്റേഴ്സ്. ഓക്കെ, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും ചിലപ്പോൾ അവിടെ അതിനുള്ള ഫെസിലിറ്റികളൊന്നും ഉണ്ടാവില്ല. സോ ഒരു ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടി മൾട്ടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. അപ്പോ അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്രം ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ഓർ ക്യാൻസർ സെന്റർ ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ചോദിച്ചൂടെ? അപ്പോ എക്സാമ്പിൾ പഠിച്ചു വെക്കാം. ഓക്കെ, എക്സാമ്പിൾ പഠിച്ചാൽ മാത്രം മതി. ഇന്റേണലും എക്സ്റ്റേണലും പഠിച്ചു കഴിഞ്ഞു. എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ നമുക്കറിയാം ജനറൽ വാർഡിൽ നിന്നും അല്ലെങ്കിൽ ICUലേക്ക് പോകുന്നതാണ് ഇൻട്രാ. ഓക്കെ, ഇന്റേണൽ മാറിപ്പോകരുത് കേട്ടോ. ഞാൻ പറയുമ്പോൾ ചിലപ്പോ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ടാവട്ടെ ഇടയ്ക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്റേണലും എക്സ്റ്റേണലും അങ്ങനെ ഓർത്തിരിക്കുക. ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായിട്ട് പഠിക്കാം, മറ്റത് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് അറിയാലോ. അങ്ങനെയായാലും പഠിക്കാം കേട്ടോ. മറന്നു പോകാണ്ടിരിക്കുന്നതാണ്. ചിലവർക്ക് ഇത് രണ്ടും കൂടി കൂടിക്കുഴച്ച് എന്താ പറയാ കൂട്ടിക്കുഴച്ച് കൺഫ്യൂഷൻ ആയി പോകുകയും. അതുകൊണ്ട് ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. മറ്റൊരു ഓപ്പോസിറ്റ് ആണെന്ന് നമുക്കറിയാലോ. രണ്ടും കൂടി പഠിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, ചിലപ്പോ പഠിച്ച് എക്സാമിന്റെ ടൈം ആകുമ്പോഴേക്ക് അയ്യോ ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ രണ്ടും തമ്മിൽ ഭയങ്കര എന്താ പറയാ കൺഫ്യൂഷൻ ഉണ്ടാക്കി മാർക്ക് പോകരുത്. സോ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കാം. ഇന്റേണൽ പഠിക്കാം. ഇപ്പോ ജനറൽ വാർഡ് ടു ICU ആണ്, അപ്പൊ ഉള്ളിൽ തന്നെയുള്ളതാണ്. അപ്പൊ എക്സ്റ്റേണൽ നമുക്ക് ഓട്ടോമാറ്റിക് അറിയാം എന്താണ്? പുറത്തുള്ളതാണ്. അതായത് വേറൊരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പഠിച്ചു വെക്കാം. മാർക്ക് പോകരുത് അവിടെ. എന്തായാലും ക്വസ്റ്റ്യൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം 2 ടൈപ്സ് ആണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് വായിച്ചു നോക്കാം കേട്ടോ. വായിക്കുമ്പോ എക്സാമ്പിൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പഠിക്കണം കേട്ടോ എക്സാമ്പിൾ. വായിച്ചു എല്ലാവരും ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും. നെക്സ്റ്റ് വൺ നോക്കുന്നത്
ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി. വിത്തിൻ എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള തന്നെ ട്രാൻസ്ഫർ അല്ലെ, ഇന്റേണൽ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. കുറച്ചധികം പോയിന്റ്സ് ഉണ്ട്, മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി, അതായത് ഉള്ളിൽ തന്നെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, അപ്പോ കൺഫ്യൂഷൻ ആക്കണ്ട, മനസ്സിലാക്കി പഠിക്കുക. മാക്സിമം സിമ്പിൾ ആക്കി ടീച്ചർ പറഞ്ഞുതരാം. നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. എ റിട്ടൺ ഡിക്ലറേഷൻ ഈസ് റിക്വയർഡ് ഫ്രം ഡോക്ടർ. അല്ലെ, അതായത് ഡോക്ടർ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഓർഡർ നൽകും അല്ലെ. സോ ആ ഒരു ടൈമിൽ ഒരു റിട്ടൺ ഡിക്ലറേഷൻ റിക്വയർഡ് ഫ്രം ഡോക്ടർ. ഡോക്ടറിന്റെ കയ്യിൽ നിന്നും ഒരു മീൻസ് ഒരു എന്താ പറയാ റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ ഉണ്ടായിരിക്കണം. ഡോക്ടറെ എഴുതാണ് പേഷ്യന്റിനെ നമ്മൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് എഴുതിയിട്ടുള്ള ഒരു റിട്ടേൺ ഡിക്ലറേഷൻ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് അതാണ്. ഷോർട്ട് ആക്കി സിമ്പിൾ ആക്കിയാണ് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോ എന്താണ് ഫസ്റ്റ് ആണ് പറയുന്നത്, പേഷ്യന്റിനെ ഡോക്ടർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഓർഡർ പറഞ്ഞുവെങ്കിൽ ഒരു റിട്ടേൺ ഡിക്ലറേഷൻ, ഡോക്ടറിന്റെ കയ്യിൽ നിന്നും ഒരു റിട്ടേൺ ഡിക്ലറേഷൻ ഉണ്ടായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യുന്ന ഇടത്തേക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട്. Then second one, intimate the patient and relatives to be free from anxiety. എന്താ ആൻസൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയം അല്ലെ. അപ്പോ ഇന്റിമേറ്റ് പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്, രോഗിയെയും അതുപോലെ തന്നെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെയും ഒരു ആൻസൈറ്റിയിൽ നിന്നും അകറ്റുക. അതായത് ഇപ്പോ ആ സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഒരു പെട്ടെന്ന് സീരിയസ് ആയിട്ടുള്ള കേസ് ഒക്കെ വരുമ്പോൾ എത്രത്തോളം പേഷ്യൻസും റിലേറ്റീവ്സും ഭയങ്കരമായിട്ട് ഭയപ്പെടും അല്ലെ. എന്താണ് എന്റെ അവസ്ഥ എന്ന പുറത്ത്, അല്ലെങ്കിൽ കൂടെയുള്ളവർ ഭയങ്കരമായിട്ട് ഒരു എന്താ മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ടൈമാണത്. സോ ആ ഒരു ടൈമിൽ അവർക്ക് ഒരു എന്താ പറയാ ഒരു അവരുടെ പേടി അകറ്റുക. മീൻസ് കുറച്ചുകൂടി അവരോട് കുഴപ്പമില്ല, നമുക്ക് മറ്റൊരു ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുമ്പോൾ ഓക്കെ ആകും എന്നുള്ള ഒരു രീതിയിൽ ഒന്ന് ബിഹേവ് ചെയ്യാം. ഓക്കെ, then intimate the ward sister where the patient is transferred. അല്ലെ, രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ വാർഡ് സിസ്റ്ററിനെ വിവരം അറിയിക്കണം. അതായത് ഇപ്പൊ നമ്മൾ വാർഡിൽ നിന്നാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആ വാർഡ് സിസ്റ്റർ അറിഞ്ഞിരിക്കണം അല്ലെ. വാർഡ് സിസ്റ്റർ അറിഞ്ഞിരിക്കും, കാരണം ഡോക്ടർ വന്നിട്ട് ഡോക്ടറാണ് പറയുന്നത് എന്താണ് നമ്മൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ്, ചിലപ്പോൾ വാർഡിൽ നിന്നും ICUലോട്ടായിരിക്കാം ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ആ വാർഡ് സിസ്റ്ററാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, കാരണം ആ വാർഡ് സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ വാർഡിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്. സോ വാർഡ് സിസ്റ്റർ അറിഞ്ഞിരിക്കണം. Then നാലാമത്തെ പോയിന്റ്, ചെക്ക് ദ ചാർട്ട് ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടന്റ് സയൻസ്, നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൺ. അല്ലെ, നേഴ്സ് പരിചരണം നൽകിയിട്ടുള്ള ചികിത്സകൾ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ രോഗിയുടെ എന്താണ് മീൻസ് അതുവരെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ, ഇപ്പോ ആ വാർഡിൽ കിടന്നപ്പോ എന്തെല്ലാം കാര്യങ്ങളാണ് പേഷ്യന്റിന് വേണ്ടി മെഡിസിൻസുകൾ കൊടുത്തോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസോ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, then next one, gather the patient's X-ray, medicine and other belongings. നമ്മൾ വാർഡിൽ നിന്ന് പേഷ്യന്റിനെ മാറ്റുമ്പോൾ ഓൾറെഡി പേഷ്യന്റിന് ചിലപ്പോൾ എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ടാവും. സോ ആ എക്സ്റേയുടെ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ ഓൾറെഡി ആ പേഷ്യന്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് ഉണ്ടാകും. അതർ ബിലോങ്സിൻസ്, മറ്റു വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതും ശേഖരിക്കണം. നമ്മൾ എങ്ങോട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ പേഷ്യൻസിന്റെ ഇതുപോലെയുള്ള മെഡിസിൻസും റിപ്പോർട്ടുകളും ടെസ്റ്റ് റിപ്പോർട്ടുകളും കാര്യങ്ങളും എന്ത് ചെയ്യുക, നമ്മൾ എങ്ങോട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങോട്ട് കൊണ്ടുപോവുക. ഓക്കെ, gather patient X-ray, medicine and other belongings. Okay, 5 പോയിന്റ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് 5 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. എക്സ്റേ വരെയാണ് കേട്ടോ, അതുവരെ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഞാൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആക്കണ്ട. 5 പോയിന്റ് വെച്ച് നമുക്ക് പറയാം. ഓരോ പോയിന്റും മനസ്സിലാക്കി വായിക്കുക കേട്ടോ. വെറുതെ നിങ്ങൾ വായിച്ചു പോയിട്ട് ഒരു അർത്ഥമില്ല, അതിന്റെ മീനിങ് മനസ്സിലാക്കി വായിക്കുക.
ഫസ്റ്റത്തെ 5 പോയിന്റ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ ആദ്യത്തെ 5 പോയിന്റ്? വായിച്ചോ? ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ വായിച്ചിട്ട്? അർത്ഥം ക്ലിയർ ആണോ? ഓക്കെ, then next point നോക്കാം. Call of hospital diet or transfer to the new ward the patient is going. അല്ലേ? കോൾ ചെയ്യാണ് ഹോസ്പിറ്റൽ ഡയറ്റിന്. ഹോസ്പിറ്റൽ ഡയറ്റ് നെക്സ്റ്റ് 5th പോയിന്റ് ആണോ? അതായത് പേഷ്യൻസിന് ഇപ്പൊ നമ്മൾ വാർഡിൽ നിന്നും പേഷ്യൻസിന് ICUലോട്ട് പേഷ്യന്റിനെ മാറ്റുകയാണ്. സോ വാർഡില് അദ്ദേഹം കിടന്ന ആ പേഷ്യന്റ് കിടന്ന അവിടെ ആ പേഷ്യന്റിന് ചിലപ്പോ എക്സ്റേ എടുത്തിട്ടുണ്ടാകാം, മറ്റു ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ടാകും. അപ്പോ അതിന്റെ റിസൾട്ടുകൾ ഉണ്ടാകാം, അതുവരെ കഴിച്ച മെഡിസിൻസുകളും രോഗിയുടെ മറ്റു വസ്തുക്കളും ഇതെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടേക്കാണോ അവിടേക്ക് കൊണ്ടുപോവുക. ഓക്കെ, നമ്മള് അവിടെ നിന്ന് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് മാറുമ്പോ നമ്മുടെ സ്ഥാനങ്ങളൊക്കെ എന്താ പറയാ എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോയില്ലേ? ആ ഒരു കാര്യം തന്നെ ക്ലിയർ ആയോ? നമുക്ക് ചോദിച്ച ആൾക്ക് റിപ്പോർട്ടുകളും മെഡിസിനുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മള് റൂം തന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകില്ലേ മറ്റൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, വേറെ ഒന്നുമില്ല, നമ്മുടെ പേഷ്യൻസ് അതുവരെ ഉപയോഗിച്ച സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ഷിഫ്റ്റ് ചെയ്യുന്ന ഏരിയയിലോട്ട് കൊണ്ടുപോവുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Call of diet, hospital diet or transfer to the new ward the patient is going. അല്ലെ? അതായത് എന്താണ്? കോൾ ഓഫ് ഡയറ്റ്. ഹോസ്പിറ്റലിലെ ഡയറ്റ് എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഡിപ്പാർട്ട്മെന്റ് അല്ല, മീൻസ് പേഷ്യൻസിന്റെ ഫുഡും ഡയറ്റും ക്യൂറേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവരെ വിവരം അറിയിക്കുക. അതുപോലെ തന്നെ ടു ദ ന്യൂ വാർഡ് ദ പേഷ്യന്റ് ഈസ് ഗോയിങ്. പുതിയ ഏരിയയിലോട്ട് എന്താണ്? ടു ദ ന്യൂ വാർഡ് ദ പേഷ്യന്റ് ഈസ് ഗോയിങ്. പേഷ്യന്റ് പുതിയ സെക്ഷനിലോട്ട് വരുന്നുണ്ടെന്ന് വിവരം അറിയിക്കുക. അതായത് ഈ വാർഡിൽ നിന്ന് മാറി മറ്റൊരു പുതിയൊരു സെക്ഷനിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന് വിവരം അറിയിക്കുക. ഇപ്പോ ICUലോട്ടാണെങ്കിൽ ICUലോട്ട് വിവരം അറിയിക്കും അല്ലെ? അതായത് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന് അവര് വിവരം അറിയിക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഡയറ്റിന് മീൻസ് ഫുഡും കാര്യങ്ങളൊക്കെ മീൻസ് ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് എല്ലാ ഫുഡുകളും കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണോ? നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നോർമൽ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം. അപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ഡയറ്റ് ഉണ്ട്, അതായത് ഫുഡിന്റെ കാര്യങ്ങളും ന്യൂട്രീഷൻസും അങ്ങനെയുള്ള ഒരു ഡയറ്റ് ഉണ്ട്. സോ അവര് വിവരം അറിയിച്ചിരിക്കണം. അടുത്ത പോയിന്റ്, aid the relatives to gather other belongings. അല്ലെ? aid the relatives gather to, അതായത് മറ്റുള്ള വസ്തുക്കൾ ശേഖരിക്കാനായിട്ട് ബന്ധുക്കളെ എയ്ഡ് ചെയ്യാൻ മീൻസ് സഹായിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. മീൻസ് ആ പേഷ്യന്റ് കിടന്ന മുറിയിൽ നിന്നും പേഷ്യന്റിന്റെ വസ്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പേഷ്യൻസിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, മീൻസ് നഴ്സുമാരൊന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, then make arrangements to pay off due bills of if going to another hospital. ഇനി അനദർ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ ഓൾറെഡി നമ്മൾ അവിടെ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സിന്റെ ബില്ല് എന്തെങ്കിലും ഡ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ബില്ലുകളെല്ലാം എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക. ശേഷം മാത്രമേ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയല്ലേ? നമ്മളിവിടെ ബില്ലടക്കാണ്ട് അവര് വേറെ ഹോസ്പിറ്റലിലേക്ക് വിടോ? പേഷ്യൻസിനെ വിടാറുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അവിടെ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ. നെക്സ്റ്റ് നോക്കാം. റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. അല്ലെ? റെക്കോർഡ് ടൈം എപ്പോഴാണോ മീൻസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈം, അതുപോലെ തന്നെ രോഗിയുടെ അവസ്ഥ, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ എന്താണോ രോഗിയുടെ കണ്ടീഷൻ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കണം.
assist in transferring risk patient to wheelchair, stretcher and going along with the patients to new area. അല്ലെ, അതായത് പേഷ്യൻസിന് നമ്മള് ഇപ്പോ വാർഡിൽ നിന്നും ICUലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീൽ ചെയറോ സ്ട്രക്ചറോ ഉപയോഗിക്കാം, അവർക്ക് കൊടുക്കാം, പ്രൊവൈഡ് ചെയ്യുക. ഗോയിങ് അലോങ് വിത്ത് പേഷ്യന്റ് ടു ന്യൂ ഏരിയ, അല്ലെ, അതായത് ന്യൂ ഏരിയയിലോട്ട് പോകുമ്പോൾ എന്ത് വേണം, നമ്മള് ആ പേഷ്യൻസിന് വേണ്ടുന്ന ഒരു എന്തെങ്കിലും മീൻസ് വീൽ ചെയറോ അല്ലെങ്കിൽ സ്ട്രക്ചർ ഒക്കെ വേണമെങ്കിൽ അത് കൊടുക്കുക. Then next one, deliver patient document, belongings and report orally to the in-charge nurse and sister. അതായത് രോഗികളുടെ രേഖകൾ, അതായത് പേഷ്യൻസിന് അതുവരെ നമ്മൾ കൊടുത്ത ഡോക്യുമെന്റ്സുകളൊക്കെ ഇല്ലേ, അതായത് മെഡിസിൻസുകൾ കൊടുത്തോ ഇഞ്ചക്ഷൻ കൊടുത്തോ ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്തത് അല്ലെ, അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഡോക്യുമെന്റും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ബിലോങ്ങിങ്സ് വസ്തുക്കള് ആൻഡ് റിപ്പോർട്ട് ഓറലി ടു ദ ഇൻചാർജ് നഴ്സ് ആൻഡ് സിസ്റ്റർ. ആ വാർഡിലെ, അതായത് ഇപ്പോ ICUലോട്ടാണ് പോകുന്നതെങ്കിൽ ICUയിൽ ഒരു ഇൻചാർജ് ഉണ്ടാകുമല്ലോ, ആ ഇൻചാർജിനെ വേണം ഏൽപ്പിക്കുവാൻ ഡോക്യുമെന്റും ദെൻ ഈ രോഗിയുടെ ബിലോങ്ങിങ്സ് വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുക, ഇൻചാർജിനെ ഏൽപ്പിക്കുക. ഓക്കെ, എത്ര പോയിന്റ് ആണ് നമ്മൾ വായിച്ചത്? ഇപ്പോ 6 പോയിന്റ് വായിച്ചേ. ഓക്കെ, 11 വരെ വായിച്ചല്ലേ, അതുവരെ ഒന്ന് വായിച്ചു നോക്കി. നമ്മൾ തുടങ്ങിയത് കോൾ ഓഫ് ഹോസ്പിറ്റൽ ഡയറ്റ് തുടങ്ങി ഡെലിവർ തുടങ്ങി കേട്ടോ, ഡെലിവർ വരെ 6 പോയിന്റ് വായിച്ചിട്ടുണ്ടേ. ഒന്ന് വായിച്ചു നോക്കാം 6 പോയിന്റ്. കുറച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്തതിലേക്ക് പോകാം. സിമ്പിൾ ആണ്, വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. സെവൻത് പോയിന്റ് പറയുന്നത് എയ്ഡ് ദ റിലേറ്റീവ്സ് ടു ഗ്യാദർ അതർ ബിലോങ്ങിങ്സ്. ആ പോയിന്റ് ആണോ? ചോദിച്ചാണ്, ഡൗട്ട് ചോദിച്ചാണ്. ഓക്കെ, എയ്ഡ് മീൻസ് ഒന്ന് അസിസ്റ്റ് ചെയ്യുകയാണ്, അതായത് റിലേറ്റീവ്സിന് മറ്റു വാർഡിൽ നിന്നും മറ്റും സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒന്ന് അസിസ്റ്റ് ചെയ്യുക. അതായത് നഴ്സസ്, ചിലപ്പോൾ നഴ്സസ് വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ, ടൈം ആയല്ലോ, മീൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ഗ്യാദർ ദ വാർഡ് ആർട്ടിക്കിൾസ്, അല്ലെ, അതായത് വാർഡിലെ സാധനങ്ങളൊക്കെ ശേഖരിക്കുക. റിപ്പീറ്റ് പറയുന്ന കേട്ടോ അതെല്ലാം, അതായത് മറ്റു സാധനങ്ങളൊക്കെ പേഷ്യൻസിന്റെ വസ്തുക്കൾ ശേഖരിക്കുക. ഇവാലുവേറ്റ് ദ മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ട്, ഇൻഫോം ദ റിസീവിംഗ് നഴ്സ്. അതായത് ഇവാലുവേറ്റ് ചെയ്യാണ്, എങ്ങനെയാണ് ആ പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തതെന്ന്. അതായത് ഇപ്പോ എന്താണ്, ഇപ്പൊ വീൽ ചെയറിലാണോ വന്നത് അല്ലെങ്കിൽ സ്ട്രക്ചറിലാണോ കൊണ്ടുവന്നതെന്നൊക്കെ ആ റിസീവിംഗ് നഴ്സിനെ വിവരം അറിയിക്കുക. Maintain patient physical welfare during transport to a new nursing unit.
നമ്മളിപ്പോ വാർഡിൽ നിന്നും പേഷ്യന്റിനെ പുതിയൊരു യൂണിറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ പേഷ്യന്റിന്റെ ഫിസിക്കൽ കണ്ടീഷനും കൂടി നോക്കണം. അതായത് ചിലപ്പോൾ ഓക്സിജൻ മാസ്കോട് കൂടിയൊക്കെ തന്നെ കൊണ്ടുവരേണ്ട പേഷ്യൻസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു കെയർ പ്രത്യേകം നമ്മൾ ട്രാൻസ്ഫർ ടൈമിൽ കൊടുത്തിരിക്കണം, ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻസിന് അനുസരിച്ച്. Then provide oral report about the patient condition to the receiving unit nurse. അല്ലെ, അതായത് നമ്മൾ പുതിയൊരു ICUലോട്ട് നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോവുകയാണ്. സോ അവര് സ്വീകരിക്കുന്നതാണ് പേഷ്യന്റിനെ. സോ ആ റിസീവ് ചെയ്യുന്ന നേഴ്സ് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഓറൽ ആയിട്ട് പറയണമെന്ന്. അതായത് ഇപ്പോ എങ്ങനെയാണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ റിലേറ്റീവ്സിനോടൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. Then make it sure that all documentation including care plan is completed. Make it sure that all documentation including care plan is completed. അല്ലെ, അതായത് എന്താണ്, എല്ലാ ഡോക്യുമെന്റ്സുകളും പൂർത്തിയാക്കിയിരിക്കണം. അതായത് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ്സുകളൊക്കെ കൊടുത്ത എല്ലാ ഡോക്യുമെന്റ്സുകളും പൂർത്തിയായിരിക്കുക. അതുപോലെ തന്നെ എന്താണ്, make sure including care plan. കെയർ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പരിചരണം കൊടുക്കുന്ന പ്ലാനുകൾ, അതായത് ഇപ്പോ മെഡിസിൻസിന്റെയും മറ്റ് ചികിത്സാപരമായിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഡോക്യുമെന്റ് കൊടുക്കില്ലേ, സോ ആ ഡോക്യുമെന്റ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. Then assist the patient's arrival to the new unit. പേഷ്യന്റ് പുതിയൊരു യൂണിറ്റിലോട്ട് വരുമ്പോൾ പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യണം. Then transport the patient to a new room and assist in transferring to bed. അതായത് പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ആ പേഷ്യൻസിനെ ബെഡിലോട്ട് കിടക്കുന്നത് വരെ അതിന് നഴ്സസ് എന്ത് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക. Exchange the belongings, medical records and reports. രോഗിയുടെ വസ്തുക്കളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി അവിടെ നിന്ന് ഗ്യാദർ ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. പേഷ്യന്റ് കിടന്നിടത്ത് നിന്നും വസ്തുക്കൾ കളക്ട് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യാന്ന്. ഈ പുതിയ ഡിപ്പാർട്ട്മെന്റിൽ മീൻസ് ICUലാണെങ്കിൽ ICUലോട്ട് ആ എക്സ്ചേഞ്ച് ചെയ്ത വസ്തുക്കൾ കൊണ്ടു കൊടുക്കുക. അതുപോലെ രോഗിയുടെ റിപ്പോർട്ടുകൾ കൊടുക്കുക. In the new unit, procedure is similar to the admission procedure. ഇപ്പൊ വാർഡിൽ നിന്നും നമ്മൾ ICUലോട്ട് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഒരു അഡ്മിഷൻ, നമ്മൾ എങ്ങനെയാണോ അഡ്മിഷൻ എടുത്തത് അതുപോലെ തന്നെ സെയിം ഒരു പ്രൊസീജിയർ തന്നെയാണ് ICUലും പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. ഒരേ ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിലും ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിലും അഡ്മിഷൻ പ്രൊസീജിയർ പോലെ തന്നെ വീണ്ടും രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ പേഷ്യൻസിന് ചെയ്തിരിക്കണം മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. Then last one, clean the unit where the patient is admitted and kept ready for next patient after transferring. അല്ലെ, ഒരു പേഷ്യന്റിനെ ഇപ്പൊ ഒരു വാർഡിൽ നിന്നും അല്ലെങ്കിൽ റൂമിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ പേഷ്യന്റ് കിടന്നിരുന്ന ഏരിയയും റൂമും ക്ലീൻ ചെയ്തിടണം. എന്തിനു വേണ്ടി, നെക്സ്റ്റ് പേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആവാൻ വരും. സോ അതിനു വേണ്ടിയിട്ട് ഓൾറെഡി പേഷ്യന്റ് പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, റൂമും ക്ലീൻ ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് പോയിന്റ്സ് വരുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ലാസ്റ്റ് കുറച്ച് പോയിന്റ്സ് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകും. മീൻസ് നമ്മുടെ ക്ലാസ് ടൈം ആയിട്ടുണ്ടല്ലോ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ പോയിന്റ്സ്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ലാസ്റ്റ് ആ ഒരു 5 പോയിന്റ് നമ്മൾ ലാസ്റ്റ് ടൈം പറഞ്ഞത് റിപ്പീറ്റ് ചെയ്തു തരാം. ഓക്കെ, വായിച്ചു നോക്കുക, ഡൗട്ട്സ് ഉള്ളത് അടയാളപ്പെടുത്തി വെക്കുക, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ വായിച്ച ലാസ്റ്റ് പോയിന്റുകൾ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് തരാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, അപ്പോ ഇന്നെടുത്തത് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ്. ഇപ്പൊ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? റെസ്പോൺസ് ചെയ്യാട്ടോ നിങ്ങള്? ഓക്കെ ആണോ? യെസ് മാം, ഓക്കെ ആണ്. ഓക്കെ, ഇപ്പൊ അത്യാവശ്യം സിമ്പിൾ ആണ് ഞാൻ പറയുന്നത്. സ്പീഡ് ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയാണ് എന്റെ ഒരു നോർമൽ സ്പീഡിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ അത് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. നമ്മൾ ഒരുപാട് സ്ലോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാനും വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പോ സ്പീഡ് അത്യാവശ്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, സ്പീഡൊക്കെ കൂടെ വേണമെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.